77ാമത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷന്റെ ആരംഭം വിളംബരം ചെയ്തുകൊണ്ടുള്ള വാഹന പ്രചരണം ആരംഭിച്ചു. കൂത്താട്ടുകുളം ടൗൺ സെന്റ് ജോൺസ് ചാപ്പലിൽ നിന്നും ഇന്ന് രാവിലെ മുതലാണ് വാഹന പ്രചരണം ആരംഭിച്ചത്. കൺവെൻഷൻ സെക്രട്ടറി ജോർജ് ഇടപ്പുതുശ്ശേരിയിൽ നിന്നും കൺവെൻഷൻ നോട്ടീസ് ഫിനാൻസ് കൺവീനർ സാജു കുര്യാക്കോസ് ഏറ്റുവാങ്ങിയ ശേഷമാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന വടകര മേഖല കൂത്താട്ടുകുളം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 77ാമത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നാളെ വൈകുന്നേരം 7:15 ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷൻ ദിവസങ്ങളിൽ ഫാദർ എബ്രഹാം കാരമേൽ, ഫാദർ നൈനാൻ കെ ജോർജ്, ഫാദർ സക്കറിയ തോമസ് പുതുപ്പള്ളി, ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ, ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ എന്നിവർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. എല്ലാ ദിവസവും വൈകുന്നേരം 6-ന് കൂത്താട്ടുകുളം ടൗൺ സെന്റ് ജോൺസ് ചാപ്പലിൽ സന്ധ്യാ നമസ്കാരവും, തുടർന്ന് ടൗൺ ഹാളിൽ 6:45-ന് ഗാന ശുശ്രൂഷയും 7:30-ന് വചന പ്രഘോഷണവും ഉണ്ടായിരിക്കും. 15-ന് രാത്രി 8:30-ന് ക്യാൻഡിൽ പ്രയറോടുകൂടി ഈ വർഷത്തെ കൺവെൻഷൻ സമാപിക്കുമെന്നും എല്ലാ വിശ്വാസികളും കൺവെൻഷനിൽ പങ്കാളികളാകണമെന്നും കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ, സെക്രട്ടറി ജോർജ് ഇടപ്പുതുശ്ശേരിയിൽ, ഫിനാൻസ് കൺവീനർ സാജു കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വം. കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷന്റെ 77ാമത് യോഗം ഈ വർഷം മാർച്ച് മാസം 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ കൂത്താട്ടുകുളം നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് ക്രമീകരിക്കപ്പെടുകയാണ്. 77 വർഷമായി ഈ കൂത്താട്ടുകുളം എന്ന ദേശത്തിന്റെ ആത്മീയ ഉണർവിന്റെയും ചൈതന്യത്തിന്റെയും എല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന കൺവെൻഷൻ ഈ വർഷവും ഏറ്റവും അനുഗ്രഹകരമായി നടത്താൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. കൂത്താട്ടുകുളം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൺവെൻഷൻ ഈ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹങ്ങളുടെ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ആത്മീയ കൂടിവരവ് എന്നതിനപ്പുറം കൂത്താട്ടുകുളം ദേശത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. കാരണം 77 വർഷം ഒരു ദേശത്ത് ആ ദേശത്തെ ഒരു വലിയ സമൂഹം കൂടി വന്നിരുന്ന ഒരു പ്രസ്ഥാനം, ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിശ്ചയമായും അതിന്റെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു 3 തലമുറയിലുള്ള ആളുകൾ ആസ്വദിച്ചിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ആത്മീയ ചൈതന്യമാണ് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ്റേത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കൂത്താട്ടുകുളം കൺവെൻഷനിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുമ്പോൾ, നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, കൺവെൻഷനിലേക്ക് എന്നതിനപ്പുറമായി അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ ദേശത്തിൻ്റെ തന്നെ ചരിത്രം പേറുന്ന ഒരു 77 വർഷം പഴക്കമുള്ള ഒരു വലിയ അനുഭവത്തിലേക്കാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ഏറ്റവും അനുഗ്രഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും എല്ലാം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഏത് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവർക്കെല്ലാം ആത്മീയ ചൈതന്യത്തിൻ്റെ ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. ഒരു ആത്മീയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൂടിവരവാണ് കൂത്താട്ടുകുളം കൺവെൻഷൻ എന്നുള്ളത് ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ കൺവെൻഷൻ പ്രവർത്തനങ്ങളുടെ കൺവീനർ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്. വടകര മേഖല കൂത്താട്ടുകുളം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സുവിശേഷ സംഗമം നാളെ 11/3/2026 മുതൽ കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുകയാണ്. ഈ വർഷം 77ാമത് സുവിശേഷ സംഗമമാണ് നടക്കുന്നത്. ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും കുടുംബസഹിതം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ കൂത്താട്ടുകുളം ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥനയും, അതിനുശേഷം 6:30 മുതൽ കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഗാന ശുശ്രൂഷയും തുടർന്ന് വചന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ 1949 ആരംഭിച്ച് 77 വർഷമായി തുടർന്നു വരികയാണ്. ഈ വർഷവും അതുപോലെ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടും. 77ാമത് ബൈബിൾ കൺവെൻഷൻ നാളെ വൈകുന്നേരം 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നതും കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് ഉദ്ഘാടനം നിർവഹിക്കുന്നതും അന്നേ ദിവസം മൂവാറ്റുപുഴ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ എബ്രഹാം കാരമേൽ വചനത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ ഡോക്ടർ നൈനാൻ കെ ജോർജ്
മലങ്കര സഭാ മാസികയുടെ എഡിറ്റർ ഫാദർ സക്കറിയ തോമസ്, ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ, പഴയ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ കരിങ്ങാട്ടിൽ തുടങ്ങിയ വചന സന്ദേശങ്ങൾ ഈ സുവിശേഷ യോഗത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മേഖലയിലെ വിവിധ ദേവാലയങ്ങളുടെ സംയുക്ത സഹകരണത്തോടെയാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. സുവിശേഷ സംഘം പ്രസിഡന്റ് ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം, വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ബേബി, കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ, ജോയിന്റ് കൺവീനർ CK ഏലിയാസ്, സെക്രട്ടറി ജോർജ് ഇടപ്പുതുശ്ശേരിയിൽ, ഫിനാൻസ് കൺവീനർമാരായ സാജു കുര്യാക്കോസ്, ശാന്ത സക്കറിയ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ നടക്കുക. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.